ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈത്തപ്പഴം കൊണ്ടുള്ള ഷേക്കാണ്. ചൂടും അതേപോലെ തന്നെ റംസാനൊക്കെ അല്ലേ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈത്തപ്പഴം ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 400 ml പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു 30 ഗ്രാം അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് പാലെല്ലാം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈത്തപ്പഴം കുരുവോക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് പാലൊന്ന് വറ്റി വന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് തണിയുന്നത് വരെ മാറ്റി വെക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തണിഞ്ഞ പാലും ഈത്തപ്പഴം കൂടി വേവിച്ചത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കട്ടപ്പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഈത്തപ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ജാറിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കുറച്ച് ബൂസ്റ്റ് കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ ഡ്രിങ്ക്സുകളുടെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 5 വീഡിയോ ഞാൻ ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ from Faisal.